പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് അമ്മയിൽ ആസക്തരായ ഭക്തരായി നമ്മൾ എങ്ങനെ വളർന്ന് കുണ്ടലിനി ശക്തിയിലേക്ക് ലയിക്കുന്നു എന്നുള്ള വരികളാണ്. തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത. തടിത് ലത, തടിൽ എന്നാൽ മിന്നൽ എന്നാണ്. മിന്നലൊളി, മിന്നൽ എങ്ങനെയാണോ അപ്രകാരമാണ് അമ്മ ആ ചൈതന്യമായി നമ്മളുടെ ഉള്ളിൽ കുണ്ടലിനി ശക്തിയായി മാറുന്നത്. മിന്നൽ ഒരൊറ്റ ക്ഷണം കൊണ്ട് കൺമുന്നിലുള്ള എല്ലാം കാണിച്ചു തരും. എന്നിട്ട് തിരിച്ചും അതേപടി ശക്തമായി തിരിച്ചു പോകും. അതേപോലെ തന്നെയാണ് അമ്മയുടെ ശക്തി കുണ്ടലിനി ശക്തിയായി നമ്മളുടെ ഉള്ളിൽ ഒരു മിന്നൽ ഒറ്റ നിമിഷം ആ മിന്നലൊളിയായി വരും. വന്ന സകലതിനെയും തെളിച്ചപ്പെടുത്തി തിരിച്ചും ഉദ്ഭവസ്ഥാനത്തേക്ക് പോകും. എന്നിട്ടെന്താകും? ലത, രണ്ട് നാഗങ്ങളായി പടം ഫണം വിടർത്തി വള്ളികളായി നട്ടലിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുന്നു. എന്തുകൊണ്ട് നാഗങ്ങൾ? സകല വിഷങ്ങളുമുണ്ട്. എന്നാൽ അതേ വിഷത്തിനെ വിഗ്രഹമാക്കി മാറ്റാൻ, ചൈതന്യമാക്കി മാറ്റാനും അതേ നാഗങ്ങൾക്ക് ശക്തിയുണ്ട്. അങ്ങനെ ലതകളായി സമരുചി, സമ എന്നാൽ നമുക്കറിയാം ഒത്തൊരുമയോടുകൂടി ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുമില്ലാതെ സമമായി അതേ പ്രകാശം മുകളിലേക്ക് സഞ്ചരിക്കുന്നു. രുചി എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിതീക്ഷ്ണമായ തേജസ്സിനെയാണ്. ആ തേജസ്സിനെ, പ്രകാശത്തിനെയാണ് ഇവിടെ നമ്മൾ രുചിക്കുന്നത്. ഈ ടേസ്റ്റ് അല്ല. അപ്പോൾ ഉള്ളിലെ ആ പ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ സമമായ ലതകളായി തടിത് ലത സമരുചി ഷട്ചക്രോപരി സംസ്ഥിത. ഷട്ചക്രങ്ങൾ, മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള 6 ചക്രങ്ങളിലൂടെയും അമ്മ ഓരോരോ ചക്രങ്ങളായി ഉപരി, മുകളിലാണ്, ഉപരി സംസ്ഥിത, ആ ചക്രങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ആഴത്തിൽ നിന്നും പുരോഗതിയിലേക്കാണ്. ആഴം എന്ന് പറയുമ്പോൾ ഈ മിന്നലൊളിയുടെ ലതകളുടെ എല്ലാം ഉദ്ഭവ ശക്തിയായി അമ്മ മാറുന്നു. അങ്ങനെ മഹാശക്തി കുണ്ടലിനി ബിസതന്തു തനീയസി. അതാണ് മഹാശക്തിയും അമ്മയുടെ മഹത്വവും ശക്തിയിലേക്കും നമ്മൾ ആസക്തരാണ്. ആ ശക്തിയും ആസക്തരുമായ അമ്മയുടെ ഭക്തരെ കുറിച്ചാണ് ഈ വരി. മഹത്വത്തിലുള്ള അമ്മയുടെ ശക്തിയിലുള്ള അതിതീക്ഷ്ണമായ വിശ്വാസം, ഒരു കടുകുമണി പോലും ആ വിശ്വാസത്തിൽ കുറവില്ല, അമ്മ വരുത്തുകയുമില്ല. അങ്ങനെയുള്ള ഭക്തരുടെ കുണ്ടലിനി, ആ മിന്നലൊളി, ആ ചിത്പ്രഭ, ആ ശക്തിയായി കുണ്ടലിനിയായി അമ്മ എവിടെയാണ്? ബിസതന്തു തനീയസി, സകല ചെളിക്കുണ്ടുകളിൽ നിന്നും വളർന്നു വരുന്ന, വിടർന്നു വരുന്ന, പൂത്ത് ലസിക്കുന്ന ആ താമരയുടെ തണ്ടിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ താമരയുടെ ഇതളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ചെറിയ നൂലുണ്ട്, ഒരു നാരു. അത് അമ്മയുടെ ശക്തിയാണ്. നമ്മൾ കാണാനാകുന്നതിനേക്കാൾ ചെറുതാണ്. നമ്മൾ ഒരുപക്ഷെ അത് ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ അതും ആ താമര തന്നെയാണ്. ആ ശക്തി നൂലാണ് അമ്മ നമ്മളുടെ നട്ടെല്ലിനുള്ളിൽ അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിനുള്ളിൽ വസിക്കുന്ന ശക്തിയുടെ നൂലായി നമ്മളുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തിയെ, ഭക്തിയെ നെയ്ത് സഹസ്രാരപത്മത്തിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഈ വരികളുടെ പ്രസക്തിയും ആസക്തരായ നമ്മളുടെ ഭക്തിയെയും കുറിച്ച് പറയുന്ന വരികൾ.
തടല്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസതന്തുതനീയസി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.